അനധികൃത മണലൂറ്റിന് അറുതിയില്ല. പോലീസിന്റെ ഒത്താശയോടെ ചിറയൻകീഴ് താലൂക്കിലെ വിവിധ കടവുകളിൽ മണലൂറ്റ് നിർബാധം തുടരുന്നു. വാമനപുരം നദിയിലെ കൈപ്പടക്കടവിൽ പട്ടാപ്പകലും വള്ളങ്ങൾ നിർത്തിയിട്ട് മണൽ കോരുന്നു. അനധികൃത മണലൂറ്റിനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്നാണ് പോലീസിന്റെ ഭാഷ്യം. പക്ഷേ താലൂക്കിൽ അനധികൃത മണലൂറ്റ് അനുദിനം വർദ്ധിച്ചു വരികയാണ് എന്നതാണ് യാഥാർത്ഥ്യം. വല്ലപ്പോഴും പോലീസ് നടത്തുന്ന റെയ്ഡുകൾ പ്രഹസനമാണെന്ന് എല്ലാവർക്കും അറിയാം. വാമനപുരം നദിയിൽ നിന്ന് ദിവസവും അനധികൃതമായി ഊറ്റിയെടുക്കുന്ന മണലിന് കണക്കില്ല. ഇത് അവനവഞ്ചേരി കൈപ്പടക്കടവിൽ നിന്നുള്ള കാഴ്ച. പട്ടാപ്പകൽ ആരെയും കൂസാതെ ക്യാമറയുടെ സാന്നിധ്യം അറിഞ്ഞിട്ടും 15ഓളം വള്ളങ്ങളിൽ മണൽ നിറയ്ക്കുകയാണിവർ. ആരുണ്ടിവിടെ ചോദിക്കാനെന്ന ഭാവം. കൈപ്പടക്കടവിൽ തകർത്ത് മണൽവാരൽ നടക്കുന്നത് കണ്ട് നാട്ടുകാരിൽ ഒരാൾ ആറ്റിങ്ങൽ പോലീസുമായി ബന്ധപ്പെട്ടു. സബ് ഇൻസ്പെക്ടറാണ് ഫോണെടുത്തത്. അടുത്ത കാലത്തല്ലേ ഞങ്ങൾ റെയ്ഡ് നടത്തിയത്, ഇനി മണൽപിടി കൂടിയാൽ കൊണ്ടിടാനൊരിടമില്ല എന്നായിരുന്നു അത്രേ മറുപടി. പിന്നീട് 1 മണിക്കൂറിന് ശേഷം ഒരാൾ കൂടി ഈ സബ് ഇൻസ്പെക്ടറെ വിളിച്ചു. സാറ് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്നായി നാട്ടുകാരൻ. വരാമെന്ന് പറഞ്ഞില്ലല്ലോ, നോക്കാമെന്നല്ലേ പറഞ്ഞത്, സബ് ഇൻസ്പെക്ടറുടെ മറുപടി. ഫോൺ വിളിച്ചയാൾക്ക് മതിയായി. പോലീസിനെ നാട്ടുകാർ ആരും കാണാതെയാണ് ഫോൺ ചെയ്തത്. പക്ഷേ ഈ വിവരം നിമിഷങ്ങൾക്കുള്ളിൽ മണലൂറ്റുകാർ അറിഞ്ഞു. പൊടുന്നനെ വള്ളങ്ങൾ മണലുമായി സ്ഥലം വിട്ടു. ആറ്റിങ്ങൽ പോലീസിന് മണൽ മാഫിയയുമായുള്ള ബന്ധം പകൽ പോലെ വ്യക്തമാണ്. പോലീസ് ഇപ്പോഴും അത് മുറിയാതെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യും. കൈപ്പടക്കടവിൽ കരൽ മണൽ ഖനനവും വ്യാപകമാണ്. തോട്ട പൊട്ടിച്ചാണ് രാത്രികാലത്ത് നദിക്കര ഇടിക്കുന്നത്. പകൽ ഇത് വാരിമാറ്റുകയും ചെയ്യും. ദിവസവും 100 കണക്കിന് തോട്ടങ്ങളാണ് ഇവിടെ പൊട്ടിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇവർക്ക് എങ്ങുനിന്ന് ലഭിക്കുന്നു എന്ന് പോലും അന്വേഷിക്കപ്പെടുന്നില്ല. ചുരുക്കത്തിൽ മണൽ മാഫിയകൾക്ക് ആറ്റിങ്ങലിൽ നല്ല കാലം. ആറ്റിങ്ങൽ പോലീസിന്റെ അടിത്തറ തന്നെ പാറയും മണലുമാണ്. എസി ന്യൂസ്, ആറ്റിങ്ങൽ.